അങ്ങയുടെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 25-ാം തിരുവാക്യം. യേശു അരുളി ചെയ്തു, ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവവചനത്തിലൂടെ ഓരോ കാര്യങ്ങളും അങ്ങ് ഞങ്ങളോട് വളരെ വ്യക്തമായി ദൈവിക വെളിപാടുകളായി മുൻകൂട്ടി പറഞ്ഞു തന്നിരിക്കുന്നുവല്ലോ. ദൈവമേ, അങ്ങ് അരുളി ചെയ്തവ, അങ്ങ് വെളിപ്പെടുത്തിയവ ജീവിതത്തിൽ ഏറ്റുവാങ്ങി ദൈവമേ അങ്ങയുടെ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ, ഒരുക്കത്തോടെ കാത്തിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ മുന്നറിയിപ്പുകൾ ഞാൻ കേൾക്കുന്നു. 24-ാം വാക്യത്തിലൂടെ അങ്ങ് അരുളി ചെയ്യുന്നുവല്ലോ, കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഇത് ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നുവെന്ന്. ദൈവമേ, അങ്ങ് സ്വന്തം ജീവൻ കൊടുത്ത്, ദൈവമേ അങ്ങ് രക്തം ചിന്തി വീണ്ടെടുത്ത അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി ഞങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വഴിതെറ്റി പോകാതിരിക്കുവാൻ, മറിച്ച് അങ്ങിലും അങ്ങയുടെ തിരുവചനത്തിലും ദൈവമേ വിശുദ്ധ കുർബാനയിലും ആശ്രയം വെച്ച് ഏറ്റവും വലിയ അത്ഭുതമായ ദൈവിക വെളിപാടാകുന്ന ദൈവവചനത്തിലും ഏറ്റവും വലിയ അത്ഭുതമായി വിശുദ്ധ കുർബാനയിലും മാത്രം ആശ്രയം വെച്ച് ജീവിക്കുവാനും അതുവഴി ഒരിക്കൽ പോലും വഴിതെറ്റിപ്പോകാതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി